ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ? ദൈവം സഹായിച്ചുകൂടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ധാരാളം തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നത്തെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, റിൻറ്റുവിൻ്റെ മോൻ ഇങ്ങനെ മ്യൂസിക് പാടും പ്രൈസിന് ഇഷ്ടമാണ്. അപ്പം ജോയിൽ പറഞ്ഞു ജോയുടെ മോളും ചാനൽ കാണും, വരുന്നതിനെ പറയും വിജീസ് കിച്ചൺ വന്നെന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ് എന്ത് സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുങ്ങൾ കുട്ടൂസുകളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അവരതൊക്കെ പറയുന്നതൊക്കെ അറിഞ്ഞുകൊണ്ടേ ഒരു പറയാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട്. പിന്നെന്താ മൂക്കുന്ന മിനു പറഞ്ഞ് ചേച്ചി എന്നെ മറന്നോന്ന്. ഒരിക്കലും മറക്കത്തില്ല കേട്ടോ മിനു. പിന്നെ ഇന്നത്തെ റെസിപ്പി ഇട്ടതിൽ കുറേ പേർക്ക് കുറേ പേര് താങ്ക്സ് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ്ഫുള്ളായ ജോയിലൊരു റെസിപ്പി പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെന്താ ഇന്നത്തെ വീഡിയോയിലൊരു ചിക്കൻ കറി. പിന്നെ നമുക്കൊരു സാധനം കളയുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ പൊന്നോ എനിക്ക് ഇഷ്ടപ്പെട്ടേ കേട്ടോ. പിന്നെ ഇവനെ കണ്ടപ്പോഴോർത്ത് ഇവനുണ്ടല്ലേ മെനഞ്ഞാന്ന് ഇവിടെ സാധാരണ 10 മണിയാകുമ്പോൾ ഇവനെ ഞാൻ 10 മണി എല്ലാവർക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് 10 മണിയാകുമ്പം ഞങ്ങളുടെ ഫാമിലി പ്രെയർ കഴിഞ്ഞിട്ട് കുടിക്കാനുള്ളതൊക്കെ കൊടുത്തിട്ട് ഇവനെ അങ്ങ് പെട്ടെന്ന് കിടത്തും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വല്ല ജോലികളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാവിലത്തേനും ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം അരിഞ്ഞ് വെക്കണമെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്യുന്നതും പിന്നെ ഞാൻ പോയി കുളിക്കുന്നതൊക്കെ. എന്നിട്ട് ഇവനോട് ഞാൻ വന്നപ്പോൾ തൊട്ട് എനിക്ക് ഈ എഡിറ്റിങ്ങിന് ഇരിക്കുവാണെങ്കിൽ എൻ്റെ ഈ എഡിറ്റിംഗ് സമയത്ത് പിന്നെ ഞാൻ ഷോർട്ട് ചെയ്യും, പിന്നെ അത് ഫേസ്ബുക്കിൽ ഇടും. അതെല്ലാം കൂടെ എനിക്കൊരു 2-2.5 മണിക്കൂർ എടുക്കും. അപ്പം ഞാൻ ഇവനോട് പറയും നീ ഇന്നത് പോയി പഠിയടാ, പഠിച്ചിട്ട് അപ്പം ഞാൻ എഡിറ്റിംഗ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ട് അവൻ ഒരു 100 വട്ടം വന്ന് ഓരോ ക്വസ്റ്റ്യൻ ചോദ്യം ഇങ്ങനെ അവൻ. എന്നിട്ട് ഞാൻ ഇവനോട് പറയും ഇന്ന് വല്ലതും ഇന്ന് പഠിപ്പിച്ച് എന്തോ അത് നോക്ക്, എന്തെങ്കിലും ഹോംവർക്ക് ഉണ്ടോയെന്ന്. ഇവൻ പറഞ്ഞു ഇല്ല 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 ഇല്ല. 10 മണിയായി. ഞാൻ അപ്പച്ചനോട് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറയാൻ പോകണേ. പോള് അവൻ്റെ അസൈൻമെൻറ്റും ചെയ്യുക. അപ്പോൾ പറയാൻ ചെന്നുണ്ടേ. എന്നിട്ട് ഇവനെ ഞാൻ നേരത്തെ ടൈം ടേബിൾ എടുപ്പിച്ച. അപ്പം പറ എനിക്ക് പ്രൊജക്റ്റ് ഉണ്ടെന്ന്. ഞാൻ ചോദിച്ച എന്തോ പ്രൊജക്റ്റാ അതെനിക്ക്. എന്നിട്ട് ഇവൻ നേരത്തെ വന്ന് പപ്പായ്ക്ക് ഫോൺ ചെയ്ത് പറയുന്നു, പപ്പ എനിക്ക് 5 സൈസിലെ പൾസസ് വേണം, സിപ്ലോക്ക് വേണം. ഞാൻ ചോദിച്ചു നീ എന്തുവാടാന്ന് പറയുന്നത്? നീ എന്നോട് എന്താ പറഞ്ഞാൽ സിപ്ലോക്ക് വേണമെന്ന്? നിനക്ക് പപ്പായാന്ന് എല്ലാം പാക്കറ്റ് ഇട്ട് തരുന്നത്, നിനക്ക് പ്രൊജക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം ഞാനല്ലേ ചെയ്തിരുന്നത്, നീ എന്നോട് എന്താ പറയാഞ്ഞേ? അന്നേരം ഒന്നും വിട്ടില്ല. ഞാൻ പറഞ്ഞ് പറയണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ഇവൻ ചില സമയത്ത് ഭയങ്കര ഓർമ്മക്കുറവാണ്. എന്തുവാ ഞാൻ പറഞ്ഞ് നീ ഈ ഗെയിം കളിക്കുന്നത് കൊണ്ടാണ് നിനക്ക് ഈ ഓർമ്മക്കുറവ്. നീ കൊച്ചിങ്ങളെ വല്ല ബ്ലിപ്പി അത് വല്ലതും കാണുന്നേരം നിൻ്റെ തല ഇത്തിരി വർക്കാവുമെന്ന്. എന്നിട്ട് എന്തുവായിരുന്നടാ. അപ്പോൾ ഇവൻ പിന്നെ എനിക്ക് പ്രൊജക്റ്റ് ഉണ്ട്, 5 ടൈപ്പിലെ പൾസസ് വേണം, 5 ടൈപ്പിലെ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഞാൻ പറഞ്ഞ ഇവിടെ അന്നേരം പയറും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വേണ്ട. എന്നിട്ട് ഇതെല്ലാം ഞാൻ റേച്ചാർത്ത് പറഞ്ഞ് വേണ്ടാന്ന്. കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്നിട്ട് അടിക്കുകയും ചെയ്ത് ഒരു പിച്ചും കൊടുത്തു. അനങ്ങിയില്ല കേട്ടോ. അല്ലാത്തപ്പോഴാണ് നീ കിടന്ന് ഇവിടെ മൊത്തം പൊടിപ്പിക്കുക, നീ അടിച്ചേ എന്നും പറഞ്ഞ് പരാതിയും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അടി കൊടുത്തത് ഇങ്ങനെ വിരലിലാണ് കിട്ടിയത്, അടിയും കൊണ്ടാണ് കൊടുത്തത്. അനങ്ങില്ല അവനറിയാം അന്നേരം അവൻ തെറ്റാണ്. പിന്നെ ഞാൻ ഞങ്ങളുടെ ഈ സൊസൈറ്റിയിൽ എന്നിട്ട് പിന്നെ പറയാം എനിക്ക് നീം 10 ലീഫ് വേണമെന്ന്. എന്തുവാ അതിൻ്റെ മലയാളം? എന്തുവാ കയ്പുള്ളത്? എന്തോ അതിൽ നീം വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ സൊസൈറ്റിയിൽ ഈ 10ാം നമ്പറിൽ എനിക്ക് ജനലിൽ കൂടെ നിന്നാൽ കാണാം. ഞാൻ മോനോട് പറഞ്ഞു മോനെ അതുകൊണ്ട് അവിടെ ഉണ്ട്, പിന്നെ കുറച്ച് പറിച്ചുകൊണ്ട് വന്നു. പിന്നെ എനിക്ക് മൈൻഡിൽ ഒരു പിന്നെ അവനിനി പോയി മരത്തേലും കണക്ക് ഞാൻ നോക്കണത് ഇത്തിരി മണ്ടയിലോട്ട് ഇവർ കോതി വിടുന്നത് കൊണ്ടങ്ങ് മണ്ടയിലോട്ട് അങ്ങ് വളരും. പിന്നെ ഞാൻ ഇറങ്ങിപ്പോയി ഞാനും കൊച്ചുകൂടെ ഈ സൊസൈറ്റിയിലൊക്കെ നോക്കി. പിന്നെ ഔട്ട് ഗേറ്റിൻ്റെ അവിടെയും വലിയൊരു മരം നിൽപ്പുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഒന്ന് മേളിൽ നോക്കാം, തോട്ടമെല്ലാം ഉണ്ടായിരുന്നു, കമ്പുകളുണ്ടായിരുന്നെങ്കിൽ തല്ലിയിടായിരുന്നു. ഞാനും പോളൂടെ പോയി. ഞാൻ 2 അടിയും കൊടുത്തിട്ട് പോയി. ഞാനും അവനോട് പോയിട്ട് അവിടെ എല്ലാം നോക്കിയിട്ട് ഞങ്ങൾ മേപ്പോട്ട് നോക്കി നിന്ന് പറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പൂക്കടക്കാരുടെ ഇത് കാണും, പൂവൊക്കെ വിൽക്കുന്നവരുടെ ഈ ഇലയുണ്ട്. പിന്നെ ഞാനും പോള് ഞാൻ പൈസ എടുത്തില്ലല്ലേ. അപ്പം ഞാൻ പോളിനോട് പറഞ്ഞു എടാ പൈസ ഇല്ലല്ലോ. അന്നേരം അവൻ പറഞ്ഞു ബാ മമ്മി ഞാൻ പേടിഎം ചെയ്യാമെന്ന് പറഞ്ഞു. അവന് ഞാനിവിടെ പോയി ഒരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് 20 രൂപയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്രയത്തിൻ്റെ ആവശ്യമില്ല, പകുതി 10 രൂപയുടെ തരുമോന്ന് വെച്ചാൽ. അന്നേരം പറഞ്ഞു ഇതിൻ്റെ പകുതി. ഞാൻ പറഞ്ഞാൽ മതിയെന്ന്. സംഗതി എന്ത് വരുന്ന ഇവൻ പറയണ്ടേ എന്തിനാ ഈ നീ. ഞാൻ ചിന്തിച്ച് ഇതെല്ലാം മറിച്ചിട്ട് തന്നെ സിപ്ലോക്ക്
കുക്കറിൻ്റെ അകത്താക്കിയിട്ട് സ്കൂളിൽ കൊണ്ടുപോയി പ്രൊജക്റ്റ് ചെയ്യാനായിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ച്. ഞാൻ എല്ലാ പൾസസും എന്നാൽ 2 എണ്ണം കൂടെ വേണമല്ലോ. പിന്നെ റീച്ചാനോട് പറഞ്ഞു 2 ഒരു മസൂർ ഡാളും ഉഴുന്ന് പരിപ്പും കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ സംഗതി എന്തോ വാഷിംഗ് എത്രല്ല നോക്ക്. വാഷിംഗ് ഇപ്പോഴാണ് ഇട്ടത്, കാരണം കുറവായിരുന്നു തുണി, പൂളൂടെ വന്നിട്ടേ ഇട്ടിട്ട്. അപ്പം ഞാൻ എന്തോ സംഗതി ഈ പൾസസിൻ്റെ അകത്തൊക്കെ സാധനം ഇടുമ്പോൾ അത് കീട വരാതിരിക്കാൻ നമ്മൾ ഈ വേപ്പല ഇടത്തില്ലേ, അതാ കാരണം. അന്നേരം റീച്ചാൻ ഒരു 10:30 വന്ന് 10 കഴിഞ്ഞ് ഞാൻ എന്നിട്ട് വയ്യാതെ എനിക്ക് ശ്വാസവും മുട്ടി ഞാൻ കാരണം ഞാൻ പൂളോടെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പ്രയർ കഴിഞ്ഞിട്ട് അന്നേരം ഇവൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചു, നീ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് പപ്പ വന്നപ്പോഴത്തേക്കിന് ഇവൻ അത് പറഞ്ഞ്, എനിക്ക് നാളെ പീരീഡ് ഉണ്ട്, എനിക്കിത് ഇപ്പം തന്നെ എഴുതി. ഞാൻ ചിന്തിച്ചാൽ അങ്ങ് സ്കൂളിൽ കൊണ്ടുപോയി ചെയ്യാനാണെന്ന് പറഞ്ഞാൽ എഴുതാൻ. അപ്പം എനിക്കങ്ങ് സത്യം പറഞ്ഞ ദേഷ്യവും വരുമോ, ഇത്രയും പെട്ടെന്ന് ജോലികളൊക്കെ ചെയ്ത് എനിക്ക്. എന്നിട്ട് രാവിലത്തേക്ക് എനിക്ക് ചെയ്യുകയും വേണം, ഇവരെ കിടത്തിയിട്ട് വേണമായിരുന്നു എനിക്ക് രാവിലത്തേത് ചെയ്യാനായിട്ട്. ഇവൻ അതാ പറ എനിക്ക് നാളെ തന്നെ വേണമെന്ന്. അപ്പോഴത്തേക്കും റീച്ചാൻ വന്ന്. അപ്പോൾ റീച്ചാൻ കുറച്ച് ഇവനെ കൊണ്ട് എഴുതിപ്പിച്ചപ്പോഴത്തേക്കും റീച്ചാൻ വന്നുകൊണ്ട് റീച്ചാൻ അങ്ങ് ഏറ്റു. എന്നിട്ട് റീച്ചാൻ ചോദിച്ചു, എടാ നാളെ തന്നെ നിനക്ക് വേണോ അതോ പിന്നെ മതിയോ? ഇല്ലില്ല ടീച്ചർ ഇത്തിരി സ്ട്രിക്റ്റ് നാളെ തന്നെ വേണമെന്ന്. എന്നിട്ട് ഓക്കെ 12:30 അന്ന് 12:30 വരെ ഇരുത്തി ഈ 5 എണ്ണത്തിനെ പറ്റി എഴുതി. പിന്നെ 12 വരെ ഇരുത്തി. എനിക്കങ്ങ് ടെൻഷൻ, രാവിലെ എണ്ണിക്കോ എന്നുള്ളത്. അപ്പോൾ അവൻ റീച്ചാൻ പറഞ്ഞ സാരമില്ല, റീച്ചാനൊക്കെ എനിക്കില്ലേ ഭയങ്കര വെപ്രാളം, ഉണ്ണിക്കോ 10 മണി കഴിയുമ്പോൾ ഞാനൊരു 10-10:15 ആകുമ്പോൾ ലാസ്റ്റ് പോയ 10:30 ആകുമ്പോഴത്തേക്കിന് കിടത്തിയിരിക്കും. അപ്പോഴത്തേനും ഉറങ്ങുകയും ചെയ്യും. അപ്പം 12:30 വരെ ഇരുത്തി. രാവിലെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് ഇവ സ്കൂളിൽ പോയിട്ട് ഞാൻ വന്നോടെ വെച്ച് കാണിച്ചോടാ പ്രോജക്റ്റ്. അതേ ഞാൻ മറന്നു പോയായിരുന്നു, ജനുവരി 20 മതിയായിരുന്നു പറ. എനിക്കിരുത്താൻ ഞാൻ ഇവിടെ നിന്നെ ഇന്നലെ 12 വരെ ഇരുത്തണമായിരുന്നോ? പപ്പ നിന്നോട് എത്ര പ്രാവശ്യം ചോദിച്ചു, ഞാനും ചോദിച്ചില്ലേ, പോളും ചോദിച്ചില്ലേ. എടാ മറിച്ചടാ ചേറ് പ്രൈസൻ, ഞാൻ വീഴുവേ. പ്രൈസൻ എന്തോടെ മറിയുന്നേ? അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സാധനം. ഇത്ര മറവി എന്തോ പിള്ളേർക്ക്. ഞാൻ പറഞ്ഞത് നിനക്ക് ചോറും കറിയും വെക്കണമായിരുന്നോ? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തോ ഉച്ചയ്ക്ക് എന്തോ നിനക്ക് ചിന്തിക്കണമായിരുന്നു ഇത്രയും മറക്കാൻ വേണ്ടി. അങ്ങനത്തെ ഒരു കഥ കഴിഞ്ഞു കേട്ടോ. നിങ്ങളിനി ബോറടിക്കുക. നിങ്ങൾ പറയല്ലേ, ഈ തള്ളയുടെ ബോറടി ഈ ബെടുബെടു കൊണ്ട് എനിക്ക് വയ്യേന്ന്, ഞങ്ങൾക്ക് വയ്യേന്ന്. ഇത് ഞാനങ്ങ് പറഞ്ഞതാണ്. ഇങ്ങനെയുള്ള പിള്ളേർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? അവരവിടെ ചിരിക്കുക. അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നു. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ഇന്നലെ ബഹറിലുള്ളയാ, പുള്ളിക്കാരി വിളിച്ചു നോക്കിയോ, വാട്സപ്പിൽ മെസ്സേജ്, വിജിയെ വീഡിയോ ഒന്നും ഇടുന്നില്ലയോ, 3-4-5 ദിവസമായി വീഡിയോ കണ്ടിട്ട്, അതോ എനിക്ക് നോട്ടിഫിക്കേഷൻ വരാത്തയാണോ, വിജിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇടുന്നുണ്ട്, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണേന്ന്. കാരണം ഞാൻ ചിന്തിക്കുമോ എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കൊക്കെ വെളിയിലൊക്കെ ആകുമ്പം, വെളിനാട്ടിലൊക്കെ ഇവിടെയൊക്കെ ആകുമ്പോൾ ജോലി ചെയ്തിട്ട് വന്നിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നത്. പിന്നെ മെസ്സേജ് ഇട്ട്, വിജി ഞാൻ സെർച്ച് ചെയ്ത് കുറച്ച് ദിവസത്തെ വീഡിയോ പെൻഡിങ്ങാണ്, ഞാൻ ഓരോന്ന് കാണുവാന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഇന്ന് അതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷത്തില്ല. അടി കിട്ടിയത് ഇവൻ അടി കിട്ടിയത്. എല്ലാവരും പറയും ഇനി മറക്കരുത് അങ്ങനെ ഒന്നും കേട്ടോ. എന്നിട്ട് ഇംഗ്ലീഷ് വർക്ക് ബുക്ക് കളഞ്ഞിട്ട് വന്ന് അത് ഞാൻ പറഞ്ഞു നാളെ എൻ്റെ അടുത്ത് പറയും, മമ്മി രാവിലെ ഞാൻ പോകുമ്പോൾ എന്നെ ഒന്ന് ഓർപ്പിക്കണേ. ഞാൻ ഓർപ്പിച്ച്, എന്നിട്ട് ഇന്നും കൊണ്ടുവന്നില്ല. ഇനിയിപ്പം എവിടെ നിന്ന് കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല. അവർക്കെല്ലാം നിസ്സാരം കേട്ടോ. ബാക്കി ഞാൻ ഇനി ഒന്നും പറയുന്നില്ല, ബാക്കി ഞാൻ നാളെ പറയാം കേട്ടോ. ഇപ്പോഴത്തെ പിള്ളേരുടെയും നമ്മളൊക്കെടെയൊക്കെ കാര്യമൊക്കെ അമ്മ പറയുന്നില്ല. ഞാൻ ഈ ചെയ്യുന്നതേ, ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ള അവല് ഞാൻ ഇതിനു വേണ്ടി തേങ്ങ പൊട്ടിച്ചില്ലേ, ആ തേങ്ങ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് കുറച്ച് നേരമേ ഞാൻ ഈ ശർക്കര ഇന്ന് കുഴക്കട്ടയാ കുളുക്കട്ട എന്ത് വേണേലും പറയാം, അതാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ആ ശർക്കരയൊക്കെ അരിയുന്ന നേരം വരെ ഞാൻ ഈ അവലൊന്ന് കുതിർത്ത് വെച്ചേ. അപ്പം ആ അവലൂടെ കുതിർക്കുന്നത് പറയാൻ തേങ്ങ കുറവായതുകൊണ്ട്, ഇപ്പം തേങ്ങയുടെയൊക്കെ വില അറിയാമല്ലേ, ഇച്ചിരി ഇവിടെ ഫില്ലിങ് നന്നായിട്ട് അകത്ത് വെക്കണം. ഫില്ലിങ് കുറച്ച് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി അവലൂടെ ചേർത്തതാണ് അതിൻ്റെ അകത്ത്. അപ്പം ഞാനിത് രാത്രിയിലേ ചെയ്ത് വെക്കുക കേട്ടോ. രാവിലെ ഇതെല്ലാം കൂടെ ചെയ്യാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് രാത്രിയിലേ ചെയ്യുക. ഞാൻ ആ തേങ്ങയ്ക്കകത്ത് 2-3 ഏലക്കയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഒന്ന് ഇട്ടാണ് ക്രഷ് ചെയ്തെടുത്തത്. എന്നിട്ട് അവലിൻ്റെ അകത്ത് ഒരു വലിയ
ഒന്നര 2 പിന്നെ കട്ട ഇങ്ങനെ ഉരുള ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ അരമുറി തേങ്ങ എടുത്തു. എന്നിട്ട് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ച് അതൊന്ന് ഇച്ചിരി അതങ്ങ് ഇതായിപ്പോയി. ഇത്തിരി ശർക്കരയും കൂടെ ആദ്യം എനിക്ക് അത്രയും തോന്നിയില്ല. അതൊന്ന് ഇച്ചിരി ഒന്ന് വെറ്റാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ശർക്കര അങ്ങ് ഉരുകിയിട്ട് ഇച്ചിരി അങ്ങ് വെള്ളം പോലെ അതിലായായിരുന്നു. എനിക്കിത്തിരി മെനക്കേടാണ് ഇത് ചെയ്യാനായിട്ട്, ഈ ഉരുള ഉരുട്ടി അതിൻ്റെ അകത്ത് ഫില്ലിങ് വെക്കാനേ. ഞാനപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ കുഴക്കട്ട ഇവിടെ എല്ലാവർക്കും ഇഷ്ടം, ഈ പിള്ളേർക്കെല്ലാം. പക്ഷേ എനിക്കാണെങ്കിൽ അത് ഒരു ഇച്ചിരിയും മധുരം ഇട്ടിട്ട് ഈ നമ്മുടെ അതൊന്ന് ആവി കയറുന്ന ഒരു പ്രത്യേക മധുരം ഉണ്ടല്ലേ, അത് മധുരം പോട്ട് ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിഷ്ടമാണ്. ഇവർക്കൊക്കെ നന്നായിട്ട് മധുരം വേണം, ഫില്ലിങ്ങും വേണം. അപ്പം ഞാനിത് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കി വെള്ളം എടുത്ത് അപ്പോൾ അതിൻ്റെ അകത്താണ് കുഴയ്ക്കുന്നത്. അന്നേരം പുറത്തു ഇച്ചിരി മധുരം കിട്ടുമല്ലേ, അതുകൊണ്ട്. കാരണം ശർക്കര ഇങ്ങനെ ചീകി ഇട്ടിട്ട് മാവിൻ്റെ അകത്ത് കുഴയ്ക്കുവാണെങ്കിൽ ചിലപ്പം അത് അതൊന്ന് നമ്മൾ പുഴുങ്ങുമ്പോഴേ അത് ഉരുകി പോകുമെന്നും പറഞ്ഞാണ് ഞാനിങ്ങനെ ശർക്കര ഉരുക്കിയിട്ട് ആ ശർക്കര വെള്ളത്തിൽ ഇത് കുഴച്ചത്. അപ്പം ഞാൻ കയ്യിൽ ഇച്ചിരി വെള്ളം ഒന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കുഴക്കട്ടയുണ്ട്, ഞാനൊരു ഇച്ചിരി ബേക്കിംഗ് സോഡ ഇട്ടാണ് കുഴച്ചത്. അപ്പം നല്ല സോഫ്റ്റായിരുന്നു കുഴക്കട്ട. അപ്പോൾ ഇതിനേക്കായി നന്നായിട്ട് ചെയ്യാനൊക്കെ അറിയാവുന്നവർ ഇത് കണ്ടിട്ട് ഇതാണോ കുഴക്കട്ട, ഇങ്ങനാണോ കുഴക്കട്ടയെന്ന് പറയല്ലേ. കുഴക്കട്ടയോ ഏതാന്നേലും കണ്ടപ്പം സാധനം മനസ്സിലായാലും അത് തന്നെ. അപ്പം ഞാൻ ആ ഫില്ലിംഗ് ഒക്കെ വെക്കുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് വെളിയിലോട്ടൊക്കെ വരുന്നത്. ഫില്ലിങ് ഇച്ചിരി വെളിയിൽ വന്നാൽ അത് വേവുന്നുടനെ അതിൻ്റെ ഈ ശർക്കരയുടെ വെള്ളം ഒലിച്ച് പോവും. അതുകൊണ്ട് അതാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ. പിന്നെ ഞാൻ ഇച്ചിരി പൊട്ടിയുടെ ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മാവ് അവിടോട്ട് എടുത്ത് വെച്ചിട്ട് എങ്ങനെയൊക്കെ അങ്ങ് സെറ്റാക്കി എടുത്തു. പക്ഷേ എനിക്ക് ഇവിടെ ഈ പിള്ളേർക്ക് അതിൽ കണ്ടാണ് പോള് രാത്രി കണ്ടപ്പോഴേ അവരാദ്യം പറഞ്ഞു എന്തോന്നോ പൊറോട്ട. ഞാൻ ചിന്തിച്ചു പൊറോട്ട എവിടുന്ന, ഞാനറിയാതെ ഈ വീട്ടിൽ പൊറോട്ട എവിടാ. ഞാൻ പറഞ്ഞു പൊറോട്ടയോ, അല്ല കൊഴുക്കട്ട എന്നല്ല അവൻ പറഞ്ഞത്, വേറൊരു വേടങ്ങാണ്ട പറഞ്ഞത്. 2 പിള്ളേർക്കും ഇഷ്ടമാണ്. പ്രൈസമ്മോന് ഞാൻ ടിഫിനും ഇതാണ് കൊടുത്തത്. പോളിന് ടിഫിന് ഞാനിത് കൊടുത്തില്ല. അവന് രാവിലെ അവനിത് കഴിച്ചു. കാരണം നല്ല സാധനങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കിൽ അവർ രാവിലെ കഴിക്കും. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഞാൻ വലുതായിട്ടുണ്ടാക്കി, പിന്നെ ചെറുതായിട്ടുണ്ടാക്കി. എനിക്കിതൊന്ന് ഇച്ചിരി ആ പുഴുങ്ങിയ ആ ഒരു ടേസ്റ്റ് ആണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. അവർക്ക് ഇച്ചിരി നന്നായിട്ട് ഫില്ലിംഗ് ഒക്കെ വെച്ച് അവലൂടുള്ളത് കൊണ്ട് നല്ല ഇച്ചിരി മധുരം ഇച്ചിരി കൂടുതലായിട്ടത്. രാത്രി അത്താഴം എല്ലാം ഊണ് കഴിഞ്ഞിട്ട് ഒരു 11:30 കഴിഞ്ഞിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്. അപ്പോൾ പോൾമോൻ അന്നേരം കിടന്നിട്ടില്ല, കൊച്ചു കിടന്നുറങ്ങിയായിരുന്നു. അപ്പം പുഴുങ്ങി കഴിഞ്ഞിട്ട് ഞാനും അവനൂടെ ഒരെണ്ണം എടുത്ത് രാത്രി കഴിച്ച്. പിന്നെ രാവിലെ ഞാൻ ഒന്നുകൂടെ ആവി കയറ്റി. ഞാൻ പറഞ്ഞില്ലേ ഒരു ഇച്ചിരി ബേക്കിംഗ് സോഡ ഞാൻ ചേർത്തെന്ന്, അതുകൊണ്ട് പുറമൊക്കെ നല്ല കല്ല് പോലല്ലായിരുന്നു, നല്ല സോഫ്റ്റായിരുന്നു. അപ്പം കുഴക്കട്ട ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ രാത്രിയിൽ ചിക്കൻ വാങ്ങിച്ചായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് എനിക്ക് ചിക്കൻ അച്ചാർ ഇടണമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വീട്ടിലത്തേക്കും കൂടെ വാങ്ങിച്ച്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇതിൽ ഇച്ചിരി മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നേ. അപ്പോൾ രാത്രിയിൽ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ എല്ലാം ഞാൻ രാത്രി റെഡിയാക്കിയതുകൊണ്ട് രാവിലെ പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞെല്ലാം ക്ലീൻ ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കാറ്. ഇന്ന് എനിക്ക് ഈ ചിക്കൻ കറി മാത്രം ഉണ്ടാക്കിയാൽ മതി, വേറൊന്നും അങ്ങനെ ഉണ്ടാക്കണ്ട. ഞാൻ ഉരുളി വെച്ച് അതിലേക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് ഒരു 2 കറിവേപ്പില, 2 കുടം വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടാണ് മാരിനേറ്റ് ചെയ്തത്. അപ്പോൾ ഇതൊരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇതിലേക്കൊരു 7 സവാള ഞാൻ ചേർക്കുന്നുണ്ട്. അതുകൂടെ ഒന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഞാനൊരിച്ചിരി ഉപ്പൂടി ഇട്ടിട്ടാണിത് വഴറ്റിയെടുക്കുന്നത്. ഇവിടെ പിള്ളേർക്ക് ചിക്കൻ കറി ഉണ്ടെങ്കിൽ പിന്നെ കുശാല. ഞാൻ എപ്പോഴും പറയത്തില്ല, എനിക്കും അത്ര താല്പര്യമില്ല, റീച്ചാനും അത്ര താല്പര്യമില്ല. റീച്ചാൻ ഒരു 2 കഷ്ണം അധികം കൊടുത്താൽ പറയും വേണ്ടാന്ന്. ഞാനൊരു 3 മീഡിയം സൈസിലെ ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുന്നുണ്ട്. ഉരുളൻകിഴങ്ങ് കൂടെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ്. അതിൻ്റെ അകത്ത് ഉരുളൻകിഴങ്ങ് എടുത്ത് കഴിക്കാൻ ഇവിടുത്തെ പിള്ളേർക്ക് ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ് ഉരുളൻകിഴങ്ങ് അതിൻ്റെ അകത്ത് എടുത്ത് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഇച്ചിരി ഒന്ന് വാടി വന്നോണ്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3½ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2½ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1½ ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടീസ്പൂൺ ഗരം മസാല, ഇതെല്ലാം കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് മസാലയെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഞാൻ കുറച്ച് നേരം ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് അടച്ചു കൊടുക്കുക. അപ്പോൾ ആ മസാലയൊക്കെ നന്നായി വെന്ത് ആ എണ്ണയൊക്കെ ഒന്ന് വിട്ട് വരും. ആ രീതിയിൽ ഏറ്റവും തീ കുറച്ച് ഇത്തിരി താഴ്മയോടെ വേണം ഇതിൻ്റെ മസാലയൊക്കെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാനേ.
അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയണേ ഞാൻ ഇതിലേക്ക് നമ്മൾ മസാല പുരട്ടി വെച്ച് ചിക്കനോട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇപ്പം തന്നെ ചിലപ്പം ഞാൻ ഇങ്ങനെ ഇളക്കിയിട്ട് കുറച്ച് നേരം കഴിഞ്ഞേ വെള്ളം ഒഴിക്കത്തുള്ളൂ. അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ ഒന്ന് ഊറി ഇറങ്ങി. ഇതിപ്പോൾ ഈ ചീനച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് അതിൻ്റെ അടിയിലൊന്നും ഒട്ടും വെള്ളം വരുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നോ ഇപ്പം തന്നെ ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കറിവേപ്പിലയിട്ട് അതൊന്ന് വേകാനായിട്ട് വിടുന്നുണ്ട്. അപ്പോൾ ഇത് അടപ്പത്ത് വെച്ചിട്ട് ഞാൻ കുറേ നാൾ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ പീനട്ട് ബട്ടർ റേച്ചാൻ വാങ്ങിച്ചത് എന്നാ ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് വാങ്ങിച്ച ഫ്രിഡ്ജിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. ഞാൻ നോക്കിയുണ്ടേ അത് 26 വരെ ഉണ്ട് ഡേറ്റ് ഉള്ളയാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് അത് ഉപ്പും ഇല്ലായിരുന്നു, പിന്നെ ഈ ക്രഞ്ച് ടൈപ്പ് അല്ലായിരുന്നു, ക്രീമി ആയിട്ടുള്ള പീനട്ടായിരുന്നു. അതിവിടെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എന്നോട് എൻ്റെ സബ്സ്ക്രൈബർ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ആൽബി ചേച്ചി. അപ്പോൾ അന്നേ പറഞ്ഞായിരുന്നു വിജി ഒരു കാര്യം ചെയ്യ്, കുറച്ചല്ലാത്ത കപ്പലണ്ടി വാങ്ങിച്ച് വറുത്തിട്ട് അതിൻ്റെ അകത്ത് ക്രഷ് ചെയ്തൊന്ന് ചേർക്കുന്നു. അപ്പം പറഞ്ഞിട്ട് മാസങ്ങളായി. എനിക്ക് ഈ സമയം കിട്ടാത്തതുകൊണ്ട് ഇന്ന് ചെയ്യാൻ നാളെ ചെയ്യാമെന്ന് പറയും, പിന്നെ മറന്നു പോകും, ഫ്രിഡ്ജ് തുറക്കുമ്പോഴാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് എന്തു വന്നേലും അത് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ അപ്പം അതിൻ്റെ അകത്ത് ഡബ്ബയിലെല്ലാം കൂടെ ഞാനൊന്ന് തട്ടിയിട്ടിട്ട് പിന്നെ കുറച്ച് കപ്പലണ്ടി ഞാൻ അങ്ങനെ വറുത്തിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് പാറ്റി അതെല്ലാം മാറ്റിയതിന് ശേഷം ക്രഷ് ചെയ്ത് അതിൽ ചേർത്ത് ഇച്ചിരി ഉപ്പൂടൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത്. അപ്പോൾ ആർക്കും മനസ്സിലാവത്തില്ല. അപ്പം ഞാനത് വേറൊരു ഡബ്ബ വാങ്ങിച്ചായിരുന്നല്ലോ ഈ കഴിഞ്ഞിടെ, അതെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതിനെ എടുത്ത് വെളിയിലോട്ടാക്കി ആൾക്കാർക്ക് കാണത്തക്ക വിധത്തിൽ. അപ്പം ഉപയോഗിച്ചോണ്ടേ നല്ല കുഴപ്പമില്ലാതെ നല്ലതായിരുന്നു. താങ്ക് യു ആൽബി ചേച്ചി. കാരണം പീനട്ടിനൊക്കെ ബട്ടറിനൊക്കെ എന്തോ വിലയാണ്, എനിക്കത് കളയാൻ മനസ്സ് വരുന്നില്ല. റീച്ചാൻ പറഞ്ഞു ആരും ഉപയോഗിക്കുന്നില്ല, ഇങ്ങടുത്ത് കളഞ്ഞായിരുന്നു. റീച്ചാൻ എല്ലാം ഒന്ന് പറഞ്ഞ് രണ്ടിന് കള. എനിക്കതങ്ങോട്ട് മനസ്സ് വന്നില്ല. അങ്ങനെ ഞാൻ ഈ കിസ്മത്ത് ചെയ്തതാണ്. നിങ്ങളും ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്തിനാ ഇത്രയും മെനക്കെട്ടേന്ന്? ഞാൻ ഇച്ചിരി മെനക്കെടും കേട്ടോ. അപ്പോൾ ചിക്കനൊക്കെ തിളച്ച് ഇതാണ്ട് ഇച്ചിരി ഒന്ന് ചാറൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കടുകൂടെ വറുത്ത് ചേർത്ത്, കടുക് വറുക്കാൻ നേരം ഞാൻ ഇച്ചിരി വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതും ഉള്ളിയും കറിവേപ്പിലയും കടുകും എല്ലാം കൂടി ഇട്ടാണ് വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സി യു.